ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. നൈജീരിയ സ്വദേശിയാണ് മരിച്ചത്. അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്ന്. അർജുൻ, അപ്പോൾ മരിച്ചവരുടെ എണ്ണം 22 അല്ലേ? അമൃത, ഇന്നാണ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരു നൈജീരിയ സ്വദേശി മരിച്ചു എന്നുള്ള സ്ഥിരീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 22 ആയിട്ടുണ്ട്. മാത്രമല്ല അതിൽ 13 പേരും വിദേശികളാണ് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ആധുനിക ചികിത്സയടക്കം തേടി എത്തിയവരാണ് അത്തരത്തിൽ ദുരന്തത്തിൽ അകപ്പെട്ട് ഇപ്പോൾ 13 പേർ മരണപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിരവധി പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നത്. ഇപ്പോൾ 40 പേരാണ് ചികിത്സയിലുള്ളത്. ഈ ചികിത്സയിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ 35% പൊള്ളലും അതുപോലെ തന്നെ വലിയ തോതിൽ ഈ ശ്വാസം മുട്ടലടക്കമുള്ള പ്രശ്നങ്ങളിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലെത്തുന്ന നൈജീരിയ സ്വദേശിയാണ് ഇന്ന് മരണപ്പെട്ടത്. ബാക്കി 40 പേർ ചികിത്സയിലുണ്ട്. അതിൽ തന്നെ നിലവിൽ ഇപ്പോഴും 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണെന്നുള്ള കാര്യം കൂടി നേരത്തെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. അതേസമയം തന്നെ ഈ മാളവ്യ നഗർ തീപിടുത്തത്തിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 അറസ്റ്റുകളാണ് ഇപ്പോൾ എന്തായാലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഈ ഹോട്ടലിന്റെ സഹോദരന്മാർ, രണ്ടാമത്തേത് കുക്ക് ഈ പാചക തൊഴിലാളിയായിട്ടുള്ള ആള്. ഇവർ രണ്ടുപേരും അശ്രദ്ധയാണ് ഈ ദുരന്തത്തിന് കാരണമായത് എന്നുള്ള നിലപാടിലേക്ക്, ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് പോയിട്ടുള്ളതിലും കൂടുതൽ അന്വേഷണം പ്രത്യേകിച്ച് ഹോട്ടലിന്റെ മറ്റ് പാർട്ണർമാർ, അതുപോലെ തന്നെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ കൂടി കണ്ടെത്താനുള്ള നടപടി എടുക്കാനുള്ള അന്വേഷണമായി ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിൽ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃത. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.